അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സിഹർ യാഥാർത്ഥ്യമാണ്. പലപ്പോഴും പല ആളുകൾക്കും സിഹർ ഫലിക്കാറുണ്ട്. നമ്മൾ കണ്ടതും കേട്ടതും സിഹറായി കൂട്ടണം എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. എന്നാൽ സിഹറും അതേപോലെ തന്നെ ഈ മാരണവും അതുപോലെ തന്നെ ഇതുമൂലമുണ്ടാകുന്ന പ്രയാസങ്ങളും യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് ഹദീത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹദീത്തുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ നടത്തിയതും അതേറ്റതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സിഹർ യാഥാർത്ഥ്യമാണ് എന്നാണ്. എന്നാൽ ഒരു മനുഷ്യന് സിഹർ ബാധിച്ചാൽ, നേരത്തെ ഈ വീഡിയോകളിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്, സിഹറിൽ നിന്ന് മാറി നിൽക്കാനുള്ള, ഒരാൾ സിഹർ നടത്തിയാൽ അതിൽ നിന്ന് അത് ഏൽക്കാതിരിക്കാനുള്ള ചില മാർഗങ്ങളായിരുന്നു, പ്രതിരോധ മാർഗങ്ങളായിരുന്നു നേരത്തെ വീഡിയോകളിൽ നിങ്ങളോട് സൂചിപ്പിച്ചത്. എന്നാൽ ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു മനുഷ്യന് സിഹർ ഏറ്റു, എന്നാൽ എന്താണ് അതിനുള്ള പരിഹാരം, എങ്ങനെയാണ് ആ സിഹറിൽ നിന്ന് അദ്ദേഹത്തിന് മോചിതനാക്കാൻ കഴിയുക എന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ആയത്തുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കാവുന്നതാണ്. ഖാല മൂസ മാ ജിഅ്തും ബിഹി സിഹർ ഇന്നല്ലാഹ സയുബ്തിലുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ വയുഹിഖുല്ലാഹുൽ ഹഖ ബികലിമാതിഹി വലൗ കരിഹൽ മുജ്രിമൂൻ. ഖാല മൂസ മാ ജിഅ്തും ബിഹി സിഹർ ഇന്നല്ലാഹ സയുബ്തിലുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ വയുഹിഖുല്ലാഹുൽ ഹഖ ബികലിമാതിഹി വലൗ കരിഹൽ മുജ്രിമൂൻ. ഖാല മൂസ ما جئتم به السحر إن الله سيبطله إن الله لا يفلح عمل المفسدين إن الله لا يصلح عمل المفسدين ويحق الله الحق بكلماته ولو كره المجرمون എന്ന ആയത്ത് ആരെങ്കിലും ഒരുത്തൻ 560 പ്രാവശ്യം അദ്ദേഹം പാരായണം ചെയ്യുന്നുവെങ്കിൽ അതുമൂലം ഒരു സിഹർ ബാധിച്ച വ്യക്തിക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ഇത് അദ്ദേഹം തന്നെ ഓതണമെന്നില്ല. ഇനി ഒരാൾ സിഹർ ബാധയേറ്റ് അദ്ദേഹം കടത്തത്തിലോ മറ്റോ ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് സിഹർ ബാധയേറ്റിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ, കൂട്ടം കൂടിയിട്ടോ ഒറ്റ മജ്‌ലിസിലായിട്ട് ഇത് ചൊല്ലിത്തീർക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് വേണമെങ്കിൽ പങ്കെടുത്തുകൊണ്ട് 560 പ്രാവശ്യം എല്ലാവരും കൂടി 560 പ്രാവശ്യം ഈ ആയത്തുകൾ ഓതിയാൽ, മഹാന്മാർ അവിടെ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മുഅ്മിനീങ്ങളായ ഒരു മനുഷ്യന് ഇത് ഫലിച്ചിട്ടുണ്ടോ, സിഹർ ബാധിച്ചിട്ടുണ്ടോ എന്നാൽ അതിനുള്ള വലിയ മരുന്നാണ് എന്ന് മഹാന്മാർ സൂചിപ്പിക്കുന്നു. പരിശുദ്ധമായ ഖുർആൻ തന്നെ വലിയ മരുന്നാണ്. അതേപോലെ തന്നെ മഹാന്മാരിങ്ങനെ സൂചിപ്പിക്കുമ്പോൾ അതിനും വലിയ പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.